എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ ഇന്ന് എങ്ങനെയാണ് തട്ടുകട ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. തട്ടുകട ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഞാൻ പറയുന്ന രീതിയിൽ മസാല ഉണ്ടാക്കുക, എന്നിട്ട് ആ രീതിയിൽ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഓവർനൈറ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളിപ്പം ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഈ പറയുന്ന പോലെ ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും പൊറോട്ടയുടെ കൂടെ കഴിക്കാനും എല്ലാം ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചാലും നല്ലതാണ്. പക്ഷേ ഓവർനൈറ്റ് മാരിനേഷനാണ് ഏറ്റവും നല്ലത്. നിങ്ങളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കുക കേട്ടോ. നമുക്ക് നമ്മുടെ തട്ടുകട ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു 1.25 കിലോ ചിക്കൻ ഡ്രം സ്റ്റിക്ക് എടുത്ത് നന്നായിട്ട് കഴുകി വരഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 6 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായം, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അരയ്ക്കേണ്ടത് നമുക്ക് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി ഒരു 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ഒരു 2 ടേബിൾ സ്പൂൺ. ഇത്രയും നമ്മൾ ആദ്യം അരച്ചെടുക്കുക. അരച്ച് കഴിഞ്ഞ് വെച്ച് നമ്മൾ നാരങ്ങാനീരും മുട്ടയും ചേർത്ത് ഇത് നല്ലൊരു മിക്സ് ഉണ്ടാക്കും കേട്ടോ. കാണിച്ചു തരാം എങ്ങനെയാണേ. മിക്സിയുടെ ജാറിലേക്ക് പെരുംജീരകവും കുരുമുളകും വറ്റൽമുളകും ഇട്ടിട്ടുണ്ട്. അത് ആദ്യം നമുക്ക് അരച്ചെടുക്കാമേ. കണ്ടോ, അതെ ഈ പരുവേ ആകാവുള്ളൂ കേട്ടോ. അതായത് ഒരു ചതച്ചതല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ഒരു അരവ് വരണം. അതായത് നന്നായിട്ട് ചതയ്ക്കുന്നതിൻ്റെയും അരയ്ക്കുന്നതിൻ്റെയും ഒരു ഇടയ്ക്ക് എത്തിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് അരച്ചെടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് അരച്ചെടുക്കും. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാമേ. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇപ്പം ഈ പരുവായിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി അരച്ചപ്പം ഈ പരുവായി. ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾ പൊടി, കായം, ഉപ്പ്, ഇതും മുട്ടയും ആ ഒരു നാരങ്ങയുടെ നീരും കൂടെ നേരെ ഈ മിക്സിയിലേക്ക് ചേർത്തിട്ട് നമ്മൾ ഒന്നുകൂടെ അരച്ചെടുക്കാൻ പോവുകയാണേ. കണ്ടോ, മുട്ടയുണ്ട്, നാരങ്ങാനീരുണ്ട്, എല്ലാ പൊടികളും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇതാണ് പരുവം കേട്ടോ. ഇനി നമ്മളിത് ഈ ചിക്കനിലേക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കും. അത് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് 1 മണിക്കൂർ വെക്കുവേ. ഇതേണ്ടേ നല്ല അടിപൊളിയായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ. ഇനി ഇത് ചെയ്യാൻ പോകുന്നത് ഞാനൊരു 1 മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിലേക്ക് ഒരു ക്ലിംഗ് റാപ്പ് ഇട്ടിട്ട് അങ്ങ് വെക്കും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ 1 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഈ അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു 3 മണിക്കൂർ നിങ്ങൾക്ക് വെക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ അതിലും നല്ലതാണ്. പക്ഷേ പെട്ടെന്നൊക്കെ ഉണ്ടാക്കണമെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതിയേ. ഞാനേ ചിക്കൻ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ എടുത്ത് കേട്ടോ. അപ്പം എന്നിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ പീസസ് വറുത്തെടുക്കാം കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാമേ. ചെറിയ തീയിൽ വേണം കേട്ടോ ഇതിട്ട് കൊടുത്ത് നമ്മൾ വേവിച്ചെടുക്കാനായിട്ടേ, വറുത്തെടുക്കാൻ. ഞാനൊരു 3-4 പീസേ അറ്റ് എ ടൈം ഇടുന്നുള്ളൂ. ഓരോ സൈഡും ഏകദേശം ഉണ്ടല്ലോ ഒരു 10 മിനിറ്റ് കിടന്ന് വേവണം. ഓരോ സൈഡും 10 മിനിറ്റ്, അതാണ് അതിൻ്റെ കണക്ക്. അന്നേരത്തേക്കും അത് കറക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വെന്ത് കിട്ടും കേട്ടോ. വെന്ത് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് വരും. ആദ്യം ചെറിയ തീയിൽ കിടന്നൊന്ന് വെന്തിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ അത് കറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഒരു സൈഡായിരുന്നു കേട്ടോ, ഞാൻ തിരിച്ചിട്ട് കൊടുത്തേ. ഇനിയിപ്പം ചെറിയ തീയിലാണ്, ഞാൻ പറഞ്ഞല്ലോ ചെറിയ തീയിലാണ് ഇപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ലാസ്റ്റ് നമ്മൾ എടുക്കാറാകുമ്പം നല്ല തീയിൽ ഫ്രൈ ചെയ്തെടുത്ത് നല്ല മൊരിച്ചെടുക്കും കേട്ടോ. അപ്പം അതുപോലെ ഈ ചെറിയ തീയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. നോക്കിക്കേ, ഞാൻ രണ്ടാമത്തെ സൈഡ്, അപ്പുറത്തെ സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടു. ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് കറക്റ്റ് ഒരു 3 മിനിറ്റ് മതി നമുക്കിത് ഈ രീതിയിൽ ഫ്രൈ ചെയ്ത് കിട്ടും കേട്ടോ. അപ്പം ഇനി അപ്പുറത്തെ സൈഡിൽ ഞാൻ ഫ്രൈ ചെയ്യാനിട്ടിരിക്കുകയാണ്. 2 സൈഡും ഹൈ ഫ്ലെയിമിൽ 3 മിനിറ്റ് വീതം ഓരോ സൈഡും ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ആദ്യത്തെ ബാച്ച് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി കേട്ടോ. അടുത്ത ബാച്ച് ഞാൻ ഫ്രൈ ചെയ്യാനിട്ടിരിക്കുന്നു. ഓക്കെ, ഇനി ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു കണ്ടോ. നമ്മുടെ തട്ടുകട ചിക്കൻ ഫ്രൈ റെഡിയായി. ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ചിക്കനും ഫ്രൈ ചെയ്തെടുത്ത് കേട്ടോ. ഇതാണ് അവസാനത്തെ ലാസ്റ്റ് സ്റ്റേജ് കണ്ടോ. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ പീസ് കണ്ടോ, ആ പൊടിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എടുത്ത് വെച്ച എന്താ പറയുന്നത്, ആ മസാല എല്ലാം കൂടെയാണ് കേട്ടോ അവസാനം ഈ നല്ല പൊടിയായിട്ട് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ് അത്. എന്താ പറയുന്നത്, ഒരു ഇച്ചിരി സബോളയൊക്കെ അരിഞ്ഞ് 2 ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഞാനത് പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ട് കാണിക്കാമേ. വേണ്ടേ, നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞാൻ സബോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂടുതൽ 2 ചപ്പാത്തിയും കൂടെ വെച്ചിട്ടുണ്ട്. പോരെ, ഡിന്നർ അടിപൊളിയല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ
ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എങ്ങനെയാ തട്ടുകട ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ അല്ലേ? എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് അതിൻ്റെ പൊടിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നല്ലൊരു സവോളയൊക്കെ അരിഞ്ഞ് കുറച്ച് വിനാഗിരിയോ അല്ല നാരങ്ങാനീരോ ഒക്കെ ഒഴിച്ച് ഇച്ചിരി പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് ഒന്ന് വന്ന് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ സൂപ്പറായിട്ട് നമുക്ക് ആ തട്ടുകട ചിക്കൻ ഫ്രൈയും കൂട്ടി നമുക്ക് കഴിക്കാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഇടുക. താങ്ക് യു. അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം.